നമസ്കാരം. 2016 നവംബർ 15 പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറത്ത് കണ്ണക്കുറിശ്ശിയിൽ ഒരു റബ്ബർ പുരയിടം. ആ റബ്ബർ പുരയിടത്തിൽ ഒരു ഒറ്റപ്പെട്ട ഓടിട്ട വീടുണ്ട്. ആ വീടിനടുത്തേക്ക് അതിരാവിലെ ഏകദേശം ഒരു 6 മണിയായപ്പോൾ റബ്ബർ വെട്ടാനായി മാണിച്ചാൻ അതുപോലെ എത്തി. എല്ലാ ദിവസവും അയാൾ ആ വീടിന്റെ മുൻവശത്തെത്തുമ്പോൾ അവിടെ അയാൾക്കൊരു ചായ ഉണ്ടാവും. അതിനടുത്തായി റബ്ബർ വെട്ടുമ്പോൾ ഉപയോഗിക്കേണ്ട കത്തിയും അതുപോലെ കൂടയും അവിടെ കാണാം. അന്ന് മാണിച്ചായൻ അവിടെ എത്തുമ്പോൾ അത് മൂന്നും അവിടെ ഇല്ല. അത് കണ്ടത് മാണിച്ചായൻ ആ വീടിന്റെ പുറകിലെത്തി ചേച്ചിന്ന് വിളിച്ചു. സാധാരണഗതിയിൽ മുൻവശത്ത് ഈ സാധനങ്ങൾ ഇല്ലെങ്കിൽ പുറകുവശത്ത് എടുത്തു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ചേച്ചിന്ന് വിളിച്ചിട്ട് ഒരു അനക്കവുമില്ല. അവൻ കറങ്ങി മുൻവശത്ത് വന്നിട്ട് അവിടെ നിന്നും വിളിച്ചു. ചേച്ചിന്നും ചേട്ടാന്നൊക്കെ പല ആവർത്തി വിളിച്ചിട്ടും വീട്ടിൽ നിന്ന് ഒരു അനക്കവുമില്ലാതായതും മാണിച്ചൻ ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ഏതാനും നിമിഷം അവിടെ നിന്ന് പോവുകയാണ്. അവസാനം തിരിച്ചു പോകാമെന്ന് കരുതി മാണിച്ചൻ ആ റബ്ബർ പുരയിടത്തിൽ കൂടി അല്പദൂരം നടന്നിട്ട് തിരിഞ്ഞ് ആ വീടിനെ നോക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ടതുപോലൊരു തോന്നൽ മാണിച്ചനുണ്ടായി. ശബ്ദം കേട്ടതും മാണിച്ചൻ വീണ്ടും ഓടി വീടിനടുത്തെത്തി. അകത്തുനിന്ന് എന്തോ ഒരു ഞെരക്കമാണ് മാണിച്ചൻ കേൾക്കുന്നത്. മാണിച്ചൻ ചുറ്റും ഓടി നടന്ന് ചേച്ചി ചേട്ടാന്നൊക്കെ വിളിച്ചെങ്കിലും ചെറിയ ഞരക്കമല്ലാതെ വേറൊന്നും പുറത്ത് കേൾക്കുന്നില്ല. മനുഷ്യൻ കുറച്ച് പുറകോട്ട് മാറി വീണ്ടും ആ വീട്ടിലേക്ക് ഒന്നുകൂടെ നോക്കുമ്പോൾ വീടിന്റെ മുകളിൽ ഓട് ഇളക്കി മാറ്റിയിരിക്കുന്നത് കൃത്യമായി കണ്ടു. വീടിന്റെ മുകൾ ഭാഗത്ത് ഓടുകൾ ഇളക്കി മാറ്റിയിരിക്കുന്നു. അകത്തുനിന്ന് ഞരക്കം കേൾക്കുന്നു. ആകെ ഒരു അമ്പരപ്പ് തോന്നിയ മാണിച്ചൻ അവിടെ നിന്ന് പുറത്തേക്ക് ഓടി ആ പുരയിടത്തിൽ ചേർന്ന് മറ്റു പുരയിടങ്ങളിൽ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽ ആ വിഷയം കൊണ്ടുവന്നു. മാണിച്ചന്റെ ഉറക്കെയുള്ള വിളി കേട്ട് റബ്ബർ പുരയിടങ്ങളിൽ ഉണ്ടായിരുന്ന റബ്ബർ വെട്ടുകാരൊക്കെ മാണിച്ചൻ നിൽക്കുന്നിടത്തേക്ക് ഓടി വന്നപ്പോൾ മാണിച്ചൻ ആ വീട്ടിൽ അവൻ കേട്ട ശബ്ദത്തെക്കുറിച്ചും കണ്ട കാഴ്ചയെക്കുറിച്ചും പറഞ്ഞു. അത് കേട്ടതും അവരെല്ലാരും കൂടി ആ വീടിനടുത്തെത്തി. ഒറ്റപ്പെട്ട വീടാണ്. ഏകദേശം ഒരു 35 സെന്റ് സ്ഥലത്തിനകത്ത് ആ വീട് നിൽക്കുന്നത്. എന്നാൽ ആ വീടിന് ചുറ്റുമായി റബ്ബർ പുരയിടത്തിന്റെ ഒരു വൻ നിര തന്നെയുണ്ട്. അടുത്തൊന്നും തന്നെ വേറെ വീടുകളില്ല. അല്പം ദൂരെ മാറിയാണ് മറ്റു വീടുകളുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബർ വെട്ട് തൊഴിലാളികളും രാവിലെ ജോലിക്ക് പോകുന്ന മറ്റു തൊഴിലാളികളൊക്കെ ആ വീടിന്റെ മുന്നിൽ തടിച്ചു കൂടിയപ്പോൾ എല്ലാവരും അകത്തെ ആ ഞെരക്കം കേൾക്കുന്നുണ്ട്. നേർത്ത ഞെരക്കമാണ് കേൾക്കുന്നത്. ആ ഞെരക്കം വീണ്ടും കേട്ടോടുകൂടി കൂടെയുള്ള ഒരാള് ആ വീടിന്റെ ചുറ്റും ഒന്ന് കറങ്ങി നടന്നപ്പോൾ ഒരു മൺവെട്ടി കണ്ടു. ആ മൺവെട്ടിയുമായി ഒരു ജനാലയുടെ അടുത്തെത്തിയ അയാൾ ആ മൺവെട്ടിയുടെ പിടി ഉപയോഗിച്ച് ജനാലയിൽ 3-4 തവണ ഒന്ന് ഇടിച്ചു. ശക്തമായിട്ടുള്ള ആ ഇടിയിൽ അകത്തുള്ള കുറ്റി ഇളകി. ആ പാളി തുറക്കപ്പെട്ടു. ആ പാളി തുറന്നതും അകത്തേക്ക് നോക്കിയ ആ ചെറുപ്പക്കാരനും അയാളുടെ ഒപ്പം പുറകെ ഓടിയെത്തിയ ആളുകളും അകത്തെ കാഴ്ചയിൽ ഞെട്ടി തരിച്ച് സ്തംഭിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. അവർ തുറന്ന മുറി ആ വീട്ടിലെ താമസക്കാരന്റെ ബെഡ്റൂമാണ്. ആ ബെഡിൽ ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. അവരാണ് ഞരങ്ങുന്നത്. താഴെ തറയിൽ ആ വീട്ടിലെ കാരണവർ, അവരുടെ ഭർത്താവ് രക്തത്തിൽ കുളിച്ചു കിടപ്പുണ്ട്. അദ്ദേഹത്തിന് ഒരു അനക്കവുമില്ല. ഗോപാലകൃഷ്ണന്റെയും തങ്കമ്മയുടെ ആ അവസ്ഥ കണ്ടതും ഞെട്ടിപ്പോയ ആൾക്കൂട്ടം ഉടൻ തന്നെ ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് അധിക സമയം കഴിയുമ്പോൾ സംഭവ സ്ഥലത്തെത്തി. അവര് ആ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്ത് കടന്നു. ആളുകൾ വിവരം നേരത്തെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ ആംബുലൻസ് കൂടി റെഡിയാക്കിക്കൊണ്ടാണ് ശ്രീകൃഷ്ണപുരത്ത് നിന്ന് പോലീസ് എത്തിയത്. അതിവേഗം ആ തങ്കമ്മയെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. SI തന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിവരം അറിയിച്ചു. സർക്കിൾ ഇൻസ്പെക്ടറും DYSPയും SP ഒക്കെ വിവരം പറഞ്ഞു. ആ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന ഗോപാലകൃഷ്ണന്റെയും തങ്കമ്മയുടെയും 2 മക്കളും അമേരിക്കയിലാണ്. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരെ കുറിച്ച് ആളുകൾ പറയുക അമേരിക്കക്കാരുടെ വീടെന്നാണ്. അമേരിക്കക്കാരുടെ വീട്ടിനകത്ത് ഒരു ആക്രമണം നടന്നിരിക്കുന്നുവെന്നും അമേരിക്കക്കാരുടെ അച്ഛൻ വാസുദേവൻ കൊല്ലപ്പെട്ടെന്നും അമ്മ തങ്കമ്മ അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്നുള്ള വിവരം ആംബുലൻസ് അവിടെ നിന്ന് മൂവ് ചെയ്യുമ്പോൾ തന്നെ കാട്ടുതീ പോലെ അങ്ങ് പടരുകയാണ്. ആളുകൾ അതിരാവിലെ ആ വീടിനടുത്തേക്ക് ഒഴുകിയെത്തി. ഈ സമയത്ത് SP A ശ്രീനിവാസ് വിവരം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഡോഗ് സ്ക്വാഡിനെയും ഫോറൻസിക് വിഭാഗത്തേക്ക് അവിടേക്ക് അയക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുകയും ചെയ്തു. ഒരു വൻ പോലീസ് സംഘം തന്നെ അധിക സമയം കഴിയുമ്പോൾ സംഭവ സ്ഥലത്ത് എത്തി. ഫോറൻസിക് വിഭാഗം എത്തുന്ന അതേ സമയത്ത് അവർക്കൊപ്പം എത്തിയ ഡോഗ് സ്ക്വാഡിന്റെ പോലീസ് നായ അകത്ത് കയറി മണം പിടിച്ച്
ചുറ്റുമൊക്കെ ഒന്ന് ഓടിയതല്ലാതെ തെളിവിലേക്ക് നയിക്കുന്ന ഒന്നിലേക്കും പോലീസിനെ എത്തിച്ചില്ല. ഡോഗ് സ്ക്വാഡിന്റെ അന്വേഷണം അങ്ങനെ അവിടെ അവസാനിച്ചു. ബാക്കിയുള്ളത് ഫോറൻസിക് വിഭാഗമാണ്. അവര് വളരെ സൂക്ഷ്മതയോടുകൂടി കിട്ടാവുന്ന എല്ലാ തെളിവുകളും ശേഖരിക്കുകയാണ്. വിരൽ അടയാളങ്ങൾ ആ മുറിക്കകത്ത് ഉണ്ട്. പോലീസിന്റെ ശ്രദ്ധയിൽ തുടക്കത്തിലെ പെട്ട ഒരു കാര്യമുണ്ട്. ആ വീടിന്റെ മേൽക്കൂരയിൽ ഇളക്കി മാറ്റിയ 2 ഓടുകൾ. ആ ഓട്ടിന്റെ താഴെയുള്ള കഴുക്കോലിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിൽ തൂങ്ങിയാണ് ഒരാൾ താഴേക്ക് ചാടിയിരിക്കുന്നത്. അയാള് ചാടുകയല്ല, യഥാർത്ഥത്തിൽ ആ കയറി തൂങ്ങി ഇറങ്ങിയായിരുന്നു എന്ന് പറയാം. അയാൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു മേശയുടെ മുകളിലാണ്. ആ മേശ അവിടെ ആ സ്പോട്ടിൽ ഉണ്ടാകുമെന്ന് അറിയാവുന്ന ഒരാള് കൃത്യമായിട്ടും ആ വീടിന്റെ മുകളിലെ 2 ഓടുകൾ ഇളക്കി മാറ്റി അവിടെ കയറി കെട്ടി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. വീടിനെ കുറിച്ച് നല്ല ബോധ്യമുള്ള പരിചയമുള്ള ആരോ ഒരാളാണ് അകത്തേക്ക് ഇറങ്ങിയതും ആ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്. ഒരാളാണ് കൊല നടത്തിയെന്നുള്ള പോലീസിന്റെ ആ നിഗമനത്തെ ഫോറൻസിക് വിഭാഗത്തിന്റെ അന്വേഷണം ഏതാണ്ട് അട്ടിമറിച്ചു എന്ന് പറയാം. അവർക്ക് ആ വീടിനകത്തുനിന്ന് കിട്ടിയത് 11 അപരിചിതരുടെ ഫിംഗർ പ്രിന്റുകളാണ്. ആ 11 അപരിചിതരുടെ ഫിംഗർ പ്രിന്റുകളാണ് കിട്ടിയെന്ന് ഫോറൻസിക് വിഭാഗം ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് സൂക്ഷ്മ പരിശോധനയിൽ 7 പേരുടെ വിരൽ അടയാളങ്ങളാണെന്ന് തെളിയുകയായിരുന്നു. ഒരാളുടെ 5 വിരലടയാളവും ബാക്കി 6 പേരുടെ ഓരോ വിരലടയാളവുമാണ് അവിടെ ആ മുറിയിൽ നിന്ന് കിട്ടിയത്. ഒരു 7-അംഗ ടീം ആ വീടിനകത്ത് കയറി അതിക്രൂരമായ കൊലപാതകം നടത്തിയിരിക്കുകയാണ്. ഫോറൻസിക് വിഭാഗത്തിന്റെ തിരച്ചിലുകൾക്കൊടുവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഗോപാലകൃഷ്ണന്റെ ബോഡി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസ് മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരുന്നു. നേരത്തെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത തങ്കമ്മയും മരിച്ചു എന്നുള്ള കാര്യം. തങ്കമ്മയുടെ ബോഡിയും പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്, നവംബർ 16. തങ്കമ്മയുടെയും ഗോപാലകൃഷ്ണന്റെയും ബോഡികൾ പോസ്റ്റ്മോർട്ടത്തിന് അന്നാണ് വിധേയമാക്കുന്നത്. SP ശ്രീനിവാസും സംഘാംഗങ്ങളും ഇപ്പോൾ ഇരട്ട കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് അന്വേഷിക്കാൻ തുടങ്ങുന്നത്. ആരായിരിക്കാം കൊലപാതകൻ? എന്തായിരിക്കാം കൊലപാതകത്തിന് കാരണം? എങ്ങനെയാണ് കൊലപാതകം നടന്നത്? ഇതിനൊക്കെയുള്ള ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഒരാളാണോ ഒന്നിലധികം ആളുകളാണോ പങ്കെടുത്തത്? അതിൻ്റെ ഉത്തരം നേരത്തെ തന്നെ ഫോറൻസിക്കാർ പറഞ്ഞിട്ടുണ്ട്. മിനിമം 7 ആളുകളെങ്കിലും ആ വീടിനകത്ത് കടന്നിട്ടുണ്ട്. തിരട്ട് സംഘങ്ങളെ പോലുള്ള ആരെങ്കിലും അവിടെ വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വീട്ടുകാരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആരെങ്കിലും പാസ് ചെയ്തിട്ടുണ്ടാവണം. അമേരിക്കക്കാരുടെ മാതാപിതാക്കളാണ് അവിടെ ഉള്ളത്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ പണം കാണുമെന്നുള്ള ഒരു പറച്ചിൽ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൂരെങ്ങാനുമുള്ള ആരെങ്കിലും അവിടെ എത്തിയതാണോ? ആ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. പോലീസ് സംഘത്തെ വിവിധ ടീമുകളായി SP ശ്രീനിവാസൻ ടീമും തിരിച്ചു. ആദ്യം അവര് ചെക്ക് ചെയ്യാൻ ശ്രമിച്ചത് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സംഭവം നടക്കുന്ന സമയത്ത് ആ സംഭവ സ്ഥലത്തിന് ഏറ്റവും അടുത്തുള്ള മൊബൈൽ ടവറുകളുടെ കീഴിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളെ കുറിച്ചുള്ള ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ആ വീടിന്റെ സമീപത്തുള്ള വീടുകളിലെ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ. മൂന്നാമത്തത് സംഭവം നടക്കുന്ന നവംബർ 15-നോ 14-നോ 13-നോ അപരിചിതമായ ഏതെങ്കിലും നമ്പർ ആ ടവറിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. അടുത്തതായിട്ട് പോലീസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത് ഈ സംഭവം നടന്നതിന് ശേഷം ആ മൊബൈൽ ടവറിന്റെ പരിധിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയോ എന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഫോൺ അവിടെ നിന്ന് പിന്നീട് മാറിപ്പോയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണം. മൊബൈൽ ഫോണും മൊബൈൽ ടവറുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് SP ശ്രീനിവാസ് നിർദ്ദേശം കൊടുക്കുമ്പോൾ തന്നെ ലോക്കൽ പോലീസ് അവിടെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി തുടങ്ങി. ഇതേ സമയത്ത് ആ വീടിനകത്തുനിന്ന് നഷ്ടപ്പെട്ട സാധനങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശ തെളിവെടുപ്പ് പോലീസ് നടത്തിയിട്ടുണ്ട്. അത് നാട്ടുകാരും മാണിച്ചനും അറിഞ്ഞ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയത്. തങ്കമ്മ എപ്പോഴും ആഭരണങ്ങൾ ധരിക്കുന്ന സ്ത്രീയാണ്. അവരുടെ കഴുത്തിൽ മിക്കവാറും 6 പവനിൽ കൂടുതൽ ഭാരമുള്ള ഒരു മാല ഉണ്ടാകാറുണ്ട്. ആ മാല അവരെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കഴുത്തിൽ ഉണ്ടായിരുന്നില്ല. കൊലപാതകികൾ ആ മാല മോഷ്ടിച്ചിട്ടുണ്ട്. 6 പവന്റെ ഒരു മാല മോഷ്ടിക്കാൻ വേണ്ടി 2 ആളുകളെ ആരെങ്കിലും കൊല്ലുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പോലീസിന്റെ ശ്രദ്ധയിൽ വന്ന ചോദ്യമാണ്. ഇന്നത്തെ വില അന്നത്തെ സ്വർണത്തിന് ഇല്ലെങ്കിലും അന്നും സ്വർണത്തിന് വിലയുണ്ട്. 1 പവന് 25,000 രൂപയാണ് അന്ന് വില. 6 പവന് 1,50,000 രൂപ. 1,50,000 രൂപയ്ക്കുള്ള സ്വർണം നേടാൻ വേണ്ടി
രണ്ടാളുകളെ മൃഗീയമായി ആരെങ്കിലും കൊല്ലുമോ? അതൊരു നിർണായകമായ ചോദ്യമാണ്. ആ വീടിനകത്ത് കൊലപാതക വിവരമറിഞ്ഞെത്തിയ ശ്രീകൃഷ്ണപുരം പോലീസ് ആദ്യമേ നോട്ട് ചെയ്ത ഒരു കാര്യം അവിടെയുള്ള അലമാരകളോ ഷെൽഫുകളോ തുറന്നിട്ടില്ല എന്നുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു മോഷണം നടക്കുമ്പോൾ അലമാരകളിലും ഷെൽഫുകളും ഒക്കെ വലിച്ചു തുറക്കുകയും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വലിച്ചു വാരി പുറത്തിടുകയും ചെയ്യുന്ന ഒരു സ്വഭാവം മോഷ്ടാക്കൾക്കുണ്ട്. മോഷ്ടാക്കൾ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് വലിച്ചു വാരി സാധനങ്ങൾ ഇട്ടിട്ട് കിട്ടാവുന്ന സാധനങ്ങളുമായി രക്ഷപ്പെടുന്നത്. ശ്രദ്ധിച്ച് ഓരോ സ്ഥലമായി തുറന്ന് അതിനകത്ത് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് തിരിച്ചടച്ചു വെച്ച് പോകുന്ന ഒരു സ്വഭാവം എന്തായാലും മോഷ്ടാക്കൾക്ക് ഉണ്ടാവില്ല. അവിടെ എത്തിയ ശ്രീകൃഷ്ണപുരം പോലീസ് ആദ്യമേ അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അവരത് SP ശ്രീനിവാസന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത കാര്യമാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വീടും മക്കളായിട്ടുള്ളവർ US ആയതുകൊണ്ട് ശരിക്കും അവിടെ നിന്ന് എന്താണ് കളവ് പോയെന്ന് ചോദിച്ചാൽ പറയാൻ ഇപ്പൊ ആ മാല മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മോഷണം മാത്രമാണ് ഉദ്ദേശമെന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. SP ശ്രീനിവാസൻ സംഘവും ആ ചോദ്യത്തെക്കുറിച്ച് സീരിയസ് ആയി ചർച്ച ചെയ്യുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നത്. ഗോപാലകൃഷ്ണന്റെ ശരീരത്തിൽ 82ഓളം മുറിവുകളുണ്ട്. ശരിക്കും ബ്ലണ്ടായിട്ടുള്ള എന്തോ ഒരു സാധനം കൊണ്ട് ഗോപാലകൃഷ്ണനെ അടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം മൂർച്ചയുള്ള എന്തോ സാധനം ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും വെട്ടിയിട്ടുണ്ട്. അതേ സാധനം ഉപയോഗിച്ച് ഗോപാലകൃഷ്ണനെ കുത്തുകയും ചെയ്തിരിക്കുകയാണ്. ആ ഗോപാലകൃഷ്ണനെ കൊല ചെയ്തിരിക്കുകയാണ്. ഭാര്യ തങ്കമ്മയും അതുപോലെ തന്നെ പീഡിപ്പിച്ചിരിക്കുകയാണ്. 35ലധികം മുറിവുകളാണ് അവരുടെ ബോഡിയിലുള്ളത്. ഈ മുറിവുകളുടെ എണ്ണം ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. കൊലപാതകി അല്ലെങ്കിൽ കൊലപാതകികൾ ഒരു തരത്തിലുള്ള മനസാക്ഷി കുത്തും ഇല്ലാത്തവരാണ്. സാഡിസ്റ്റ് മനോഭാവമുള്ള ആരോ ആണ് അല്ലെങ്കിൽ ആൾക്കൂട്ടമാണ് ആ രണ്ട് കൊലപാതകങ്ങളുടെ പിന്നിൽ. ആളുകളെ കൊല്ലുന്നതിൽ ഒരു ഹരം ആ കൊലപാതകികൾക്കുണ്ട്. പോലീസ് അത് വളരെ വ്യക്തമായി തന്നെ നോട്ട് ചെയ്തു. അങ്ങനെ ആളുകളെ കൊല്ലുന്നതിൽ ഹരമുള്ള ടീമുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അവരുടെ കൈവശമുണ്ട്. ആ ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ അവരാരെങ്കിലും ഈ കൊല നടന്ന ദിവസങ്ങളിൽ ഈ മൊബൈൽ ടവർ പരിധിക്കുള്ളിൽ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ചുമതല ശ്രീനിവാസ് ഒരു ടീമിനെ ഏൽപ്പിക്കുമ്പോഴേക്കും ഫോറൻസിക് വിഭാഗം നൽകിയ ആ ഫിംഗർ പ്രിന്റുകൾ പോലീസിന്റെ കൈവശമുള്ള ഫിംഗർ പ്രിന്റ് ലൈബ്രറിയുമായി ഒത്തുനോക്കുന്ന പരിപാടി ആരംഭിച്ചു. 7 വ്യത്യസ്ത ഫിംഗർ പ്രിന്റുകളാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. പോലീസിന്റെ കൈവശം ഒരു വൻ ശേഖരമുണ്ട്. ഏതെങ്കിലും രീതിയിൽ ക്രൈമുകളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ മുഴുവൻ ഫിംഗർ പ്രിന്റുകളും അവിടെയുണ്ട്. അവ തമ്മിൽ മാച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരെണ്ണം പോലും മാച്ച് ആയില്ല. സ്ഥിരം പുള്ളികളല്ല ആ വീട്ടിൽ ആക്രമണം നടത്തിയത്. അങ്ങനെ ഒരു ഉത്തരമാണ് ആ മാച്ചിങ് പ്രക്രിയയെ പരാജയപ്പെട്ടപ്പോൾ പോലീസിന് ലഭിച്ച ഉത്തരം. നാട്ടുകാരിൽ നിന്ന് പോലീസ് കുറച്ച് വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. വലിയ പണക്കാരൊന്നും ആയിരുന്നില്ല ഗോപാലകൃഷ്ണനും ഭാര്യ തങ്കമ്മയും. അവരുടെ 2 മക്കളും നന്നായി പഠിക്കുമായിരുന്നു. പഠനത്തിലുള്ള ആ മികവ് ആ കുട്ടികളെ US എത്തിക്കുകയായിരുന്നു. അവർ US എത്തിയതിനു ശേഷമാണ് ഗോപാലകൃഷ്ണന്റെയും തങ്കമ്മയുടെയും ജീവിതത്തിന് ഒരു പുരോഗതിയൊക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് തങ്കമ്മ എപ്പോഴും കഴുത്തിൽ 6 പവനോളം വരുന്ന ആ മാല ധരിച്ചു തുടങ്ങുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് അവർ ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്ത കാര്യവും നാട്ടുകാർക്കൊക്കെ അറിയാം. അവർ ആ പഴയ വീട് പുതുക്കി പണിതിട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. പിള്ളേർക്ക് തോന്നുകയാണെങ്കിൽ അവരതിനെ ഡെവലപ്പ് ചെയ്തോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ് ആ വിഷയത്തിൽ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നത്. തങ്കമ്മയ്ക്കും അത് തന്നെയാണ് അഭിപ്രായം. നാട്ടുകാർക്ക് അവരെക്കുറിച്ച് വേറെ നെഗറ്റീവ് അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ലോക്കലായിട്ടുള്ള ആളുകളുടെ ചോദ്യം ചെയ്യൽ പ്രക്രിയയും പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. ചുറ്റുവട്ടത്ത് വീടുകളില്ല, അല്പം അകലത്തിലേക്കാണ് വീടുകളുള്ളത്. ജോലിക്കാരാണ് പല ഭാഗത്തും ഉള്ളത്. എന്തായാലും അവരുടെ മുഴുവൻ ലിസ്റ്റും പോലീസ് ശേഖരിക്കുകയും അവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. ആ ചോദ്യം ചെയ്യലുകൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടും ഒരു ലീഡും പോലീസിന് കിട്ടുന്നില്ല. ഈ വിവരങ്ങളൊക്കെ SP ശ്രീനിവാസന്റെ മുന്നിലെത്തി. അദ്ദേഹത്തിന്റെ ടീമിൽ DYSPയും CEയും സബ് ഇൻസ്പെക്ടർമാരും ഒക്കെ ഉണ്ട്. ഒരു നല്ല ടീമാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ടീം അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തു. ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു കുറ്റവാളിയും സാധാരണഗതിയിൽ കടന്നു പോകത്തില്ല. കുറ്റം ചെയ്ത ആള് ലോക്കലായ ആളാണെങ്കിൽ അയാളുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യണം. അത് മാത്രമാണ് ഇനി പോലീസിന് മുന്നിൽ അവശേഷിക്കുന്ന ഏക കാര്യം. പോലീസിന്റെ ശേഖരത്തിലുള്ള കുറ്റവാളികളുടെ ഫിംഗർ പ്രിന്റുമായി ഫോറൻസിക് വിഭാഗം കളക്ട് ചെയ്ത ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യുന്നില്ല. ലോക്കൽ ആളുകളുടെ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യാൻ വേണ്ടി ഒരു അന്വേഷണം തുടങ്ങാന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് സാധാരണഗതിയിൽ ജനം സഹകരിക്കുന്ന പരിപാടിയുമല്ല. അതുകൊണ്ട് തന്നെ ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു തുടങ്ങിയപ്പോൾ
അവരുടെ ഫിംഗർ പ്രിന്റുകളൂടി പോലീസ് ശേഖരിച്ചിരുന്നു. ഇപ്പോൾ ആ വീടിന് ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ജോലിക്കാരുടെയും വീട്ടുകാരുടെയും ഫിംഗർ പ്രിന്റ് പോലീസിന്റെ കൈവശമായി. അത് അവരുടെ കയ്യിലുള്ള ആ ഫിംഗർ പ്രിന്റുകളുമായി മാച്ച് ചെയ്യുന്ന പ്രക്രിയയിലേക്ക് പോലീസ് കടന്നു. അതും മാച്ച് ചെയ്തില്ല. ചുറ്റുവട്ടത്തുള്ള ആരുടെയും ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യുന്നില്ല, കുറ്റവാളികളുടേതും മാച്ച് ചെയ്യുന്നില്ല. ശരിക്കും SP ശ്രീനിവാസും ആകെ കുഴങ്ങിയതുപോലെയായി. പോലീസ് ആകെ കുഴങ്ങി നിൽക്കുമ്പോൾ ലോക്കൽ പോലീസ് അവരുടേതായ ശൈലിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ഗോപാലകൃഷ്ണനെ അവർക്കൊരു സംശയമുണ്ട്. ആ ഗോപാലകൃഷ്ണനെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അവനല്ലേ കൊല നടത്തിയതെന്ന് അവനോട് ചോദിക്കുകയും ചെയ്യും. അല്ലാന്ന് അവൻ മറുപടി പറയും. വൈകുന്നേരം വരെ അവൻ അവിടെ ഇരുത്തും, പറഞ്ഞു വിടും. ചിലപ്പോഴൊക്കെ രാത്രിയാകുമ്പോൾ പിറ്റേന്ന് രാവിലെ ആയിരിക്കും പറഞ്ഞു വിടുക. ഇത് പലതവണ ആവർത്തിച്ചു. ഏകദേശം 20 തവണ പോലീസ് ആ ഗോപാലകൃഷ്ണനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. ആദ്യം മറ്റെല്ലാവരെയും പോലും വിളിപ്പിച്ചതാണ്. പക്ഷെ ക്രമേണ വിളിപ്പിക്കുന്നതിന്റെ എണ്ണം കൂടുമ്പോൾ ഗോപാലകൃഷ്ണൻ ആകെ അസ്വസ്ഥനായി. അയാള് അവസാനം ആ കടുങ്കൈ അങ്ങ് ചെയ്തു. അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചു. അയാളുടെ ഭാഗ്യം കൊണ്ട് ആ ആത്മഹത്യ വിജയിച്ചില്ല. പക്ഷേ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് വാർത്തയായി. കടമ്പഴിപ്പുറത്തെ ഗോപാലകൃഷ്ണന്റെയും ഭാര്യ തങ്കമ്മയുടെയും മരണത്തിന്റെ പേരിൽ പോലീസ് നിരപരാധിയെ ക്രൂശിക്കുന്നു എന്ന ശൈലിയിൽ പത്രങ്ങളിൽ അതൊരു വലിയ വാർത്തയായി മാറി. ചാനലുകളും അത് കോട്ട് ചെയ്തു. യഥാർത്ഥ പ്രതിയെ കിട്ടാതെ വരുമ്പോൾ നിരപരാധികളെ പ്രതികളാക്കുന്ന പോലീസിന്റെ ഒരു പ്രഖ്യാപിത നയമാണ് അവിടെ കാണുന്ന ശൈലിയിലേക്ക് ചാനലിൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ അഭിപ്രായങ്ങൾ പറയുകൂടി ചെയ്തുകൂടി സ്വാഭാവികമായിട്ടും SP ശ്രീനിവാസും സംഘവും വല്ലാത്ത ഒരു ഡിഫൻസിലായി. ഇതിനിടയിൽ വേറെ കേസുകൾ ഈ ടീമിന് വന്നതോടുകൂടി അവരുടെ ശ്രദ്ധ മറ്റ് കേസുകളിലേക്ക് അങ്ങ് തിരിയുകയും ചെയ്തു. അവരുടെ ശ്രദ്ധ തിരിയുന്നതിന് മുന്നേ തന്നെ പത്രങ്ങളുടെയും ചാനലുകളുടെയൊക്കെ ശ്രദ്ധ ഇതിൽ നിന്ന് പൂർണ്ണമായി അങ്ങ് വിട്ടുപോയി. പത്രങ്ങളിലും ചാനലുകളിലും ഒരു വിഷയത്തിന് അല്പ ദിവസത്തെ ആയുസ്സേ ഉണ്ടാവും. പുതിയ വിഷയം കിട്ടുമ്പോൾ അതിൻ്റെ പുറകെ അവരങ്ങ് ഓടിപ്പോവും. അവരുടെ ഒരു രീതി അതാണ്. അതുകൊണ്ട് തന്നെ ആരും ചോദിക്കാനും കേൾക്കാനും പറയാനും ഇല്ലാതായതും ഈ കേസ് ഏതാണ്ടങ്ങ് വിസ്മൃതിയിലായി. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോവുകയാണ്. പെട്ടെന്നാണ് 2019 എത്തിയത്. ഈ സമയത്ത് അമേരിക്കയിലുള്ള ഗോപാലകൃഷ്ണന്റെ മക്കൾ നാട്ടിൽ പലതവണ വന്നിരുന്നു. അവർക്ക് അവരുടെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചു എന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. ആർക്കാണ് അവരോട് ഇത്ര വിരോധം? അതീവ ക്രൂരമായി അച്ഛനെയും അമ്മയും ആരാണ് കൊന്നത്? അതറിയാൻ അവർക്ക് ആകാംക്ഷ ഉള്ളത് കൊണ്ട് തന്നെ അവര് MLAയും MP യും മന്ത്രിമാരൊക്കെ കണ്ട് പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിന് ഫലമുണ്ടായി. 2019 അന്വേഷണം ഗവൺമെന്റ് ക്രൈംബ്രാഞ്ചിന് മാറ്റിക്കൊടുത്തു. ശ്രീജിത്ത് IPSനാണ് അന്വേഷണ ചുമതല. ശ്രീജിത്ത് ഒരു നല്ല ടീമിനെ തന്നെ തുടക്കത്തിലേ അങ്ങ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മിടുക്കരായ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ ആ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേ ശ്രീജിത്ത് IPS ആ ടീമിനോട് പറഞ്ഞത് ഒരു സിമ്പിൾ കാര്യമാണ്: നമുക്ക് ഇത് തെളിയിക്കണം. ഒരു ചലഞ്ചായിട്ട് ആ കേസ് ഏറ്റെടുക്കുന്ന ആളുകളുടെ മാത്രം ടീമായി അതങ്ങ് മാറി. അവര് അതുവരെയുള്ള അന്വേഷണ പുരോഗതി വിശദമായ പഠനത്തിന് വിധേയമാക്കി. മരണം നടന്ന ദിവസത്തെ കാര്യങ്ങൾ തുടങ്ങി ഈ കഴിഞ്ഞ 3 വർഷത്തെ എല്ലാ കാര്യങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ 3 വർഷം കൊണ്ട് പോലീസ് കളക്ട് ചെയ്ത ഏത് റെക്കോർഡിൽ നിന്ന് അന്വേഷണം ആരംഭിക്കണം? അതാണ് കാതലായ ചോദ്യം. അവരുടെ മുന്നിൽ ചുറ്റുമുള്ള ആളുകളുടെ ലിസ്റ്റുണ്ട്, മൊബൈൽ ടവർ ലൊക്കേഷനുകളുണ്ട്, ആ മൊബൈൽ നമ്പറുകളുടെ അവിടേക്കുള്ള വരവും പോക്കുമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസ് ശരിക്കും നന്നായി കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫയലുകളുണ്ട്. ശ്രീജിത്ത് IPS ടീമും ആ ഫയലുകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ്. എവിടെ വെച്ചാണ് ലോക്കൽ പോലീസിന് അന്വേഷണം വഴിപിഴച്ചത്? അതാണ് അവർക്ക് അറിയേണ്ടത്. ആ വഴിപിഴച്ച പോയിന്റിൽ നിന്ന് അവർ ശരിയായ ദിശയിലേക്ക് നീങ്ങിയാൽ അവർക്ക് കുറ്റവാളിയെ കിട്ടും. ശരിക്കും ശ്രീകൃഷ്ണപുരം ലോക്കൽ പോലീസ് മനുഷ്യസാധ്യമായ എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഈ കേസുമായി ബന്ധിപ്പിച്ച് നടത്തിയിരുന്നു. അവര് സംശയിക്കാൻ കഴിയുന്ന 35 ആളുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ 35 പേരെയും സംശയിക്കാനുള്ള കാരണവും വ്യക്തമായി ഫയലിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ടീം ആ 35 പേരുടെയും വിവരങ്ങൾ വായിച്ചു. അതിനുശേഷം ആ 35 പേരെയും ഒരിക്കൽ കൂടി ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നേരിൽ പോയി കണ്ട് അവരുമായി സംസാരിച്ചു. ഓരോ ആളോടും എന്ത് ചോദ്യം ചോദിക്കണമെന്ന് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടാണ് ക്രൈംബ്രാഞ്ച് സംഘം ആ ഓരോ ആളിനെയും പോയി കണ്ടത്.
അവരുടെ ചോദ്യങ്ങൾക്ക് മറുഭാഗത്ത് നേടുന്ന മറുപടിയിൽ നിന്ന് അവർക്ക് ആ വ്യക്തിയുടെ നിരപരാധിത്വം ഊഹിക്കാൻ പറ്റും. 35 പേരെയും ചോദ്യം ചെയ്തതും ക്രൈംബ്രാഞ്ചിന് ആ കാര്യം ഉറപ്പായി. അവർക്കാർക്കും ഈ കേസുമായി ഒരു ബന്ധവുമില്ല. രണ്ടാമതായി ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെക്കോർഡ് മൊബൈൽ ഫോണുകളുമായി ബന്ധിപ്പിച്ചാണ്. ഈ ക്രൈം നടന്നതിന് ശേഷം അവിടെ നിന്ന് ദൂരേക്ക് മാറിപ്പോയ അല്ലെങ്കിൽ യാത്ര ചെയ്ത ആളുകളുടെ ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. നവംബർ 15 രാത്രിയിലാണ് ഈ കൊലകളൊക്കെ നടന്നിരിക്കുന്നത്. നവംബർ 15 വെളുപ്പിനും 16-നുമായി ആ മേഖല വിട്ടുപോയ അനവധി ആളുകളുണ്ട്. ജോലിക്ക് പോകുന്ന ആളുകൾ പലരും രാവിലെ ബസ്സിൽ പോകുമല്ലോ. അവരുടെ എല്ലാം വിവരങ്ങൾ, അവരാരാണ്, എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അതിനുശേഷം അവരെന്തെല്ലാം ആക്ടിവിറ്റി ചെയ്തു, എല്ലാം ഫയലിലുണ്ട്. ആ നമ്പറുകളിലൂടെയും ക്രൈംബ്രാഞ്ച് പോലീസ് ഒന്ന് കടന്നു. ഓരോ പേരുകളെയും വിശദമായ പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് സംഘം വിധേയമാക്കി. ആ നമ്പറുകളിലൂടെയൊക്കെ കടന്നുപോയ ക്രൈംബ്രാഞ്ച് പോലീസിന് അതിനൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് ശ്രീകൃഷ്ണപുരം പോലീസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 3ാമത്തെ ഫയലിലേക്ക് അവരുടെ ശ്രദ്ധ കടക്കുന്നത്. അത് സംഭവം നടന്നതിന് ശേഷം നാട് വിട്ടുപോയ ആളുകളുടെ ലിസ്റ്റാണ്. ശരിക്കും ആ ലോക്കൽ പോലീസ് അവരെ കൊണ്ട് പറ്റാവുന്ന എല്ലാ ശൈലിയിലുമുള്ള അന്വേഷണവും നടത്തിയിരിക്കുന്നു എന്ന് ആ ലിസ്റ്റ് കാണുന്ന ആർക്ക് മനസ്സിലാവും. നാട് വിട്ടുപോയവരുടെ ലിസ്റ്റിലൂടെ കടന്നുപോയ ക്രൈംബ്രാഞ്ചിന് അതിനകത്തും പാളിച്ചകളൊന്നും കാണാൻ പറ്റിയില്ല. 4ാമതായി അവരെടുത്തത് ഫിംഗർ പ്രിന്റ് മാച്ചിങ് റെക്കോർഡുകളാണ്. പോലീസിന്റെ സ്ഥിരം കുറ്റവാളികളുടെ ഫിംഗർ പ്രിന്റുകളുമായിട്ടും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഫിംഗർ പ്രിന്റുകളുമായിട്ടും ഒരു മാച്ചിങ് ലോക്കൽ പോലീസ് നടത്തിയിട്ടുണ്ട്. മാച്ച് ചെയ്യാത്തത് കൊണ്ട് ആ കാര്യം അവർ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശരിക്കും ഒരു വൻ യുദ്ധം തന്നെയാണ് ആ കാര്യത്തിൽ ശ്രീകൃഷ്ണപുരം പോലീസ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആളുകളുടെ ഫിംഗർ പ്രിന്റ് അവർ ശേഖരിച്ചത്, അതെല്ലാം മാച്ച് ചെയ്യാൻ നോക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് സംഘം അതും പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തീരുമാനിച്ചു. ക്രൈംബ്രാഞ്ച് ആ ഫിംഗർ പ്രിന്റുമായി ബന്ധപ്പെട്ട് ഒരു 3-4 ദിവസത്തെ അന്വേഷണം നടത്തിയെങ്കിലും അവർക്കും അതിനകത്തുനിന്ന് ഒന്നും കിട്ടിയില്ല. ശ്രീകൃഷ്ണപുരം പോലീസ് അന്വേഷിച്ച് നിർത്തിയടത്തുനിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ചിന് പറ്റുന്നില്ല. സാധ്യമായ എല്ലാ ശൈലിയിലുമുള്ള അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും ഒരു കാര്യം ക്രൈംബ്രാഞ്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കൊല നടത്തിയത് ഒരു സിംഗിൾ വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. അയാൾക്ക് ചിലപ്പോൾ സഹായികളായിട്ട് മറ്റാളുകൾ ഉണ്ടാകാം. പക്ഷെ അയാൾ ഒറ്റയ്ക്കാണ് ആ 2 പേരെയും വെട്ടിയിരിക്കുന്നത്. വെട്ടിയിരിക്കുന്ന വ്യക്തി തികച്ചും ഒരു അമച്ചുറാണ്. തികച്ചും അമച്ചുറായ ഒരാളായതുകൊണ്ടാണ് ഗോപാലകൃഷ്ണനെയും ഭാര്യ തങ്കമ്മയും അങ്ങനെ തലങ്ങും വിലങ്ങും വെട്ടിയിരിക്കുന്നത്. പക്ഷെ അവിടെ ലോക്കൽ പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് സൈക്കിക്കായ ഒരു വ്യക്തി ആ കൊലപാതകം നടത്തിയത് കൊണ്ടാണ് അങ്ങനെ വെട്ടിയെന്നാണ്. പക്ഷെ ക്രൈംബ്രാഞ്ചിന് തോന്നിയത് അങ്ങനെയല്ല. ക്രൈംബ്രാഞ്ച് കരുതുന്നത് അമച്ചുർ ആയതുകൊണ്ട് അങ്ങനെ വെട്ടിയെന്നാണ്. ഒരാളെ പ്രൊഫഷണലായി കൊല്ലാൻ അറിഞ്ഞുകൂടാത്ത ആളാണ് തലങ്ങും വിലങ്ങും വെട്ടുക. തങ്കമ്മയുടെ പുറത്തും അതുപോലെ ഗോപാലകൃഷ്ണന്റെ പുറത്തും വീണ വെട്ടുകൾ എവിടേക്കാണെന്ന് കൃത്യമായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടുകളിലൂടെ വിശദമായി കടന്നുപോയപ്പോഴാണ് ശ്രീജിത്ത് IPS ടീമിന് അത് മനസ്സിലായത്. ഒരാളെ കൊല്ലാൻ വേണ്ടി കയ്യിലും മുതുകിലും കാലിലും ഒന്നും ആരും വെട്ടത്തില്ലല്ലോ. സൈക്കിക്കാണെങ്കിലും അങ്ങനെ വെട്ടാൻ സാധ്യത കുറവാണ്. അത് കൊല നടത്താൻ അറിഞ്ഞുകൂടാത്ത ഒരാളുടെ കൊല നടത്തിയ ലക്ഷണമായിട്ടാണ് ശ്രീജിത്ത് IPS ടീമിന് തോന്നിയത്. അക്കാര്യം അവർ വ്യക്തമായി നോട്ട് ചെയ്തു. അവർക്ക് ആകെ ഇപ്പോൾ എത്താൻ കഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്ന് മാറി അവർ കണ്ടെത്തിയിരിക്കുന്ന ഏക കാര്യം അതാണ്. ഒരു അമച്ചുർ നടത്തിയ അമച്ചുറിഷ് കൊലയാണ് അവിടെ അവർ കാണുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം ഒരു കാര്യം കൂടി അവരുടെ നിഗമനമായി സൂചിപ്പിക്കുകയാണ്. അത് ആ കൊല നടത്തിയ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള പ്രൊഫഷണൽ എക്സ്പീരിയൻസും ഇല്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു മോഷണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീട് അരിച്ചു പറക്കേണ്ടതാണ്. അത് ചെയ്തിട്ടേയില്ല. അവരുടെ കഴുത്തിലുള്ള മാല അഴിച്ചെടുത്ത മോഷ്ടാവ് അതിവേഗം സ്ഥലം വിടുകയായിരുന്നു. അയാൾക്ക് അവിടെ നിന്ന് വേഗം രക്ഷപ്പെടാൻ ഒരു ധൃതി ഉണ്ടായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ടില്ലെങ്കിൽ താൻ പിടിക്കപ്പെടുമെന്നുള്ള ഒരു ഭയം ആ മോഷ്ടാവ് കം കൊലപാതകം ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നണമെങ്കിൽ അയാൾ ഒരു ലോക്കൽ കക്ഷിയായിരിക്കണം. ആ കക്ഷി അറിയാവുന്ന ആളുകൾ ചുറ്റുവട്ടത്തും ഉണ്ടാകണം. ആളുകളുടെ ശ്രദ്ധയിൽപ്പെടും മുമ്പ് രക്ഷപ്പെടാനുള്ള ഒരു ധൃതി ആ കൊല നടത്തിയ വ്യക്തി കാണിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വേറെ ഒന്നിലും ചെയ്യാതെ അയാൾ അതിവേഗം അവിടെ നിന്ന് പുറത്തു പോയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ ആ നിഗമനം ഒരു വല്ലാത്ത നിഗമനമാണ്.
ആളുകൾക്ക് വേഗം തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തിയാണ് കൊല നടത്തിയതെങ്കിൽ അയാളൊരു ലോക്കൽ ആയിരിക്കും. ലോക്കൽ കക്ഷിയാണ് കൊല നടത്തിയെങ്കിൽ ലോക്കൽ പോലീസിന് അത് കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ്. എന്തുകൊണ്ടോ പറ്റിയില്ല. അത് എന്താണെന്ന് മനസ്സിലാക്കണം. ആ ഒരു ധാരണ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനുണ്ട്. അത് മനസ്സിലാക്കാനായിട്ട് അവര് തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമെടുത്തു. അത് മനസ്സിലാക്കുന്നത് വരെ അവരെ ആരും മനസ്സിലാക്കാത്ത രീതിയിൽ ഒരു സ്ഥലത്ത് താമസിക്കുക. അവർ ഈ സംഭവ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറി ഒരു 2 നില വീട് വാടകയ്ക്കെടുത്തു. അവിടെയായി താമസം. അവർ പോലീസാണെന്ന് സമീപത്തുള്ള ആർക്കും ഒരു തരത്തിലും സംശയം തോന്നാത്ത ശൈലിയിലുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു അവിടെ താമസിച്ച ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കുണ്ടായിരുന്നത്. പോലീസിൻ്റെതായ ഒരു വാഹനങ്ങളും അവർ ഉപയോഗിക്കുന്നില്ല. അവർക്ക് പാലക്കാട് ടൗണിലാണ് ജോലി. അവർ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു ശൈലിയുള്ള ഇമേജാണ് ക്രൈംബ്രാഞ്ച് സംഘം പുറത്തൊക്കെ പതുക്കെ പരത്തിയിരുന്നത്. ഇതിനിടയിലാണ് കോവിഡ് പരന്നു പിടിക്കുന്നത്. 2020 മാർച്ചിൽ കേരളം ലോക്ക്ഡൗണിലേക്ക് നീങ്ങുകയാണ്. അതോടുകൂടി അന്വേഷണം മന്ദീഭവിച്ചു. ആളുകളെ തിരക്കി ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയിലും സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഇടപെടലുകളും ഉണ്ടായി. അന്വേഷണം പകുതി വഴിക്ക് നിർത്തി പല കാര്യങ്ങളിലും ഈ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഇടപെടേണ്ട സാഹചര്യവുമായിരുന്നു. അവര് അന്വേഷണം നടക്കുന്ന സ്ഥലത്തുനിന്ന് ഒത്തിരി ദൂരേക്ക് മാറിയിട്ടാണ് അത്തരം ആക്ടിവിറ്റീസിൽ സഹകരിച്ചുകൊണ്ടിരുന്നത്. കോവിഡിന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞതും വാക്സിനേഷൻ ആരംഭിച്ചു. എല്ലാ വീട്ടുകാർക്കും വാക്സിനേഷൻ, അതായിരുന്നല്ലോ ഗവൺമെന്റ് നയം. ഹെൽത്ത് വർക്കേഴ്സ് എല്ലാ ആളുകളെയും വാക്സിനേഷന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അന്ന് എല്ലാ ഹോസ്പിറ്റലിലും പോലീസിന്റെ സുരക്ഷാ സംവിധാനമുണ്ട്. കോവിഡ് ബാധിച്ച് വരുന്ന ആളുകളും വാക്സിനേഷന് വരുന്ന ആളുകളൊക്കെ ഹോസ്പിറ്റലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഒരു പോലീസുകാരൻ കാവൽ നിൽക്കുന്ന സമയത്ത് തൊട്ട് പുറകിലായി 2 പേർ സംസാരിക്കുന്നത് അയാൾ കേട്ടു. അയ്യോ, എനിക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ഒരാൾ മറ്റൊരാളോട് പറയാണ്, അതെന്താ നിനക്ക് കിട്ടാത്തത്? അത് പണ്ട് ആധാറിൻ്റെ ഡോക്യുമെൻ്റൊക്കെ ശരിയാക്കുന്ന സമയത്ത് എൻ്റെ വിരലിൽ മുറിവുണ്ടായിരുന്നതുകൊണ്ട് അന്ന് വിരലടയാളമൊന്നും ശരിക്കും അവർക്ക് സ്കാൻ ചെയ്ത് കയറ്റാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ആധാറുമായി കണക്ട് ചെയ്യുന്നവർക്കല്ലേ ഈ വാക്സിനേഷൻ്റെ റെക്കോർഡ് തരൂ, എനിക്കാണെങ്കിൽ ആധാർ ഇല്ല. 2 ആളുകൾ തമ്മിലുള്ള ഒരു കാഷ്വലായ സംഭാഷണമാണ് ആ പോലീസുകാരൻ കേട്ടത്. പോലീസുകാരൻ തിരിഞ്ഞ് ആ ആളുകളെ നോക്കി. തികച്ചും അപരിചിതരായ 2 പേരാണ് സംസാരിക്കുന്നത്. പക്ഷെ അയാളുടെ മനസ്സിൽ എവിടേക്കെയോ ആ വാചകം ഒന്ന് തറച്ചു. അയാള് അന്ന് തന്നെ SP ശ്രീജിത്തിനെ വിളിച്ച് ആ കാര്യം പറഞ്ഞു. ആ പോലീസുകാരൻ നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്ന വ്യക്തിയാണ്. അയാള് SP ശ്രീജിത്തിനോട് അവന്റെ മനസ്സിലെ സംശയം പറയുകയും ചെയ്തു. സർ, ഈ സംഭവം നടക്കുന്ന സമയത്ത് ലോക്കലായിട്ടുള്ള ആളുകളുടെ വിരലടയാളം നമ്മൾ ശേഖരിച്ചിരുന്നല്ലോ. അന്ന് ആ വിരലടയാളം അവിടെ ആ കൊലപാതക സൈറ്റിൽ നിന്ന് കിട്ടിയ വിരലടയാളവുമായി നമ്മൾ മാച്ച് ചെയ്തിരുന്നു. അങ്ങനെ മാച്ച് ചെയ്തപ്പോൾ ഒന്നും മാച്ച് ചെയ്തിരുന്നില്ല. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്? സാർ, അന്ന് ആരുടെയെങ്കിലും കയ്യിലെ വിരലിൽ മുറിവുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ശരിയായ വിരലടയാളം കൊടുക്കാൻ പറ്റില്ലല്ലോ. ശ്രീജിത്ത് IPSനോട് ആ പോലീസുകാരൻ ചോദിച്ച ചോദ്യത്തിനകത്ത് ഒരു സാധ്യത പെട്ടെന്ന് ശ്രീജിത്തിന് തോന്നി. കോവിഡ് വാക്സിനേഷൻ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാൻ ശ്രീജിത്തിന് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. ശ്രീജിത്ത് അവരെ തിരിച്ചു വിളിച്ച് അവരോട് ആ പോലീസുകാരൻ പറഞ്ഞ കാര്യം സൂചിപ്പിച്ചു. 2016 ഈ കൊലപാതകം നടന്ന സമയത്ത് കൈവിരലിൽ പരിക്കുണ്ടായിരുന്ന ഒരാളുടെ വിരലടയാളം ശേഖരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അന്ന് നിലവിലിരുന്നതെങ്കിൽ അന്ന് ആ വിരലടയാളം എങ്ങനെ അവരുടെ കൈവശമുള്ള വിരലടയാളവുമായി മാച്ച് ചെയ്യും? അതൊരു നിർണായകമായ ചോദ്യമാണ്. ശ്രീജിത്ത് IPS ആ ചോദ്യം ചോദിച്ചതും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കും അതിനകത്തൊരു സാധ്യത തോന്നി. അന്ന് വിരലടയാളം പതിയാതെ പോയ വ്യക്തിയുടെ കയ്യിൽ ഇപ്പോൾ ആ മുറിവൊക്കെ ഉണങ്ങിക്കാണും. അങ്ങനെയാണെങ്കിൽ ആ വിരലുകളിൽ അടയാളങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇനി ആ വിരലുകളുടെ അടയാളം ശേഖരിച്ച് മാച്ച് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും അയാളാണ് കുറ്റവാളിയെങ്കിൽ പോലീസിന്റെ കൈവശം ഇരിക്കുന്ന ആ വിരൽ അടയാളങ്ങളുമായി അത് മാച്ച് ചെയ്യും. യുറേക്ക എന്നൊക്കെ വിളിച്ചു പോകുന്ന ഒരു കണ്ടെത്തലാണ് യഥാർത്ഥത്തിൽ ശ്രീജിത്ത് IPSും കൂട്ടരും നടത്തിയിരിക്കുന്നത്. അതിന്റെ പേറ്റന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ആ വിവരം റിപ്പോർട്ട് ചെയ്ത പോലീസുകാരനാണെങ്കിലും ശരിക്കും അവരൊരു നിർണായകമായ നിഗമനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. 2016 സംഭവം നടന്നത്. എന്നാലും
ഒരു പരീക്ഷണം കൂടി നടത്താൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചു. ആ കൊലപാതകം നടന്ന വീടിന് ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ ലിസ്റ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ആ ലിസ്റ്റിലുള്ള ആളുകളെയൊക്കെ ഒന്നൊന്നായി പോലീസ് അവിടെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവരോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും അവരുടെ വിരലടയാളങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ്. ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളുടെയും വിരലടയാളങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ടാർഗറ്റ്. പോലീസ് ഒരുപാട് ആളുകളുടെ ശേഖരിച്ചു. പക്ഷെ ചില ആളുകളൊക്കെ മിസ്സിംഗ് ആണ്. അന്നുണ്ടായിരുന്ന എല്ലാവരും ഇപ്പോൾ ആ ഭാഗത്തില്ല. പലരും പല ഭാഗത്തേക്ക് പോയി. ശേഖരിച്ച വിരലടയാളങ്ങൾ പോലീസിന്റെ കൈവശമുള്ള വിരലടയാളങ്ങളുമായി മാച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒന്നും മാച്ച് ആകുന്നില്ല. അതിൻ്റെ അർത്ഥം സിമ്പിളാണ്. അവിടെ ഇപ്പം ഇല്ലാത്ത ആരെങ്കിലും ആണ് കൊലപാതകങ്ങളെങ്കിൽ അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഏകദേശം 1 ഡസനോളം ആളുകളാണ് പോലീസ് ഈ രണ്ടാം അന്വേഷണം നടത്തുമ്പോൾ അവിടെ നിന്ന് മിസ്സായിരിക്കുന്നത്. അവർ ആരൊക്കെയാണെന്നുള്ള വിവരം പോലീസിൻ്റെ റെക്കോർഡിൽ തന്നെ ഉണ്ട്. പോലീസ് അവരെല്ലാം നോട്ട് ചെയ്ത് ഓരോ ആളിനെയായി കണ്ടെത്തി അവരുടെ ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ വിരലടയാളം ശേഖരിച്ച് മാച്ച് ചെയ്ത് നോക്കി. അതൊന്നും മാച്ച് ആവുന്നില്ല. ഇനി അവശേഷിക്കുന്നത് ഒരു വ്യക്തിയാണ്. അയാൾ ഇപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. അയാൾക്ക് അവിടെ ചായക്കടയാണ് ഉള്ളത്. അയാളുടെ പേര് രാജേന്ദ്രൻ എന്നാണ്. രാജേന്ദ്രനെ കൂടി ഒന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ നിഗമനം ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും. രാജേന്ദ്രനെ കുറിച്ച് തിരക്കാനായി ക്രൈംബ്രാഞ്ചിൽ ഒരു സംഘം രഹസ്യമായി ചെന്നൈയിലെത്തി. അവിടെ എത്തിയ പോലീസ് നേരിട്ട് രാജേന്ദ്രന്റെ കടയിലേക്ക് പോവാതെ രാജേന്ദ്രനെ കുറിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചു. അവിടെ സമന് നന്നായിട്ട് ഒരു ചായക്കട നടത്തുകയാണ് രാജേന്ദ്രൻ. ധാരാളം ആളുകൾ ചായ കുടിക്കാനൊക്കെ വരുന്ന ഒരു കടയാണ്. കണ്ടാൽ ഒരു പാവം, അയാളൊരു കൊലപാതകയാണെന്ന ശൈലിയിൽ അയാളെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ അന്വേഷണത്തിന് പോയ ക്രൈംബ്രാഞ്ച് സംഘം ആ ഒരു ശൈലിയിലുള്ള തീരുമാനമെടുത്തത്. അവർ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രൻ എന്ന വ്യക്തിയെക്കുറിച്ച് എന്തെങ്കിലും പരാതികളോ കേസുകളോ ഉണ്ടെന്നോ തിരക്കിപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിനെ അമ്പരപ്പിച്ചുകൊണ്ട് അവർക്ക് ആ സ്റ്റേഷനിൽ നിന്ന് ഒരു വിവരം കിട്ടി. രാജേന്ദ്രൻ ചായക്കട ഇട്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് അല്പം മാറി ഒരു വീട്ടിൽ ഒരു മോഷണം നടന്നിരുന്നു. ആ മോഷണത്തിൻ്റെ രീതി കേട്ട് പാലക്കാട്ടത്തെ ക്രൈംബ്രാഞ്ച് സംഘം ശരിക്കും അമ്പരന്ന് പോയെന്ന് പറയാം. അവിടെ പാലക്കാട് ഉള്ളതുപോലെ ഒരു വീടുണ്ട്. ആ വീടിൻ്റെ മുകളിലേക്ക് കയറിയ മോഷ്ടാവ് ഓടിളക്കി അകത്തിറങ്ങി ഒരു അച്ഛനെയും അമ്മയും കൊന്നിട്ട് അവിടെ നിന്ന് മോഷണം നടത്തിയിരിക്കുകയാണ്. ആ മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപത്തുള്ള ആളുകളെയൊക്കെ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ പോലീസ് രാജേന്ദ്രനെയും ചോദ്യം ചെയ്തിരുന്നു. അവരുടെ ലിസ്റ്റിലുള്ള സംശയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോഴും രാജേന്ദ്രൻ ഉണ്ട്. രാജേന്ദ്രന്റെ ഫിംഗർ പ്രിന്റ് ആ സ്റ്റേഷനിൽ ശേഖരിച്ചിട്ടുണ്ട്. രാജേന്ദ്രന്റെ അടുത്ത് പോകാതെ തന്നെ പോലീസിന് ഇപ്പോൾ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അങ്ങനെയാണ് കിട്ടുന്നത്. ആ ഫിംഗർ പ്രിന്റ് ഉടൻ തന്നെ അവിടെ നിന്ന് ശ്രീജിത്ത് അയച്ചു കൊടുത്തു. ശ്രീജിത്തിന്റെ എക്സ്പെർട്ട് ടീം ആ ഫിംഗർ പ്രിന്റ് മാച്ച് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു റിസൾട്ട് അവർക്ക് കിട്ടി. അത് മാച്ചിങ് ആണ്. കടമ്പഴിപ്പുറത്ത് ഗോപാലകൃഷ്ണനും ഭാര്യ തങ്കമ്മയും കൊല്ലപ്പെട്ട ആ രാത്രിയിൽ ആ വീടിനകത്ത് രേഖപ്പെടുത്തപ്പെട്ട 7 ഫിംഗർ പ്രിന്റുകളിൽ ഒന്ന് ഈ രാജേന്ദ്രൻ്റെതാണ്. ആ രാജേന്ദ്രൻ ഇതാ ചെന്നൈയിൽ ഒരു ചായക്കട നടത്തുകയാണ്. അവിടെയും സമാന സ്വഭാവത്തുള്ള ഒരു കേസിലെ സംശയിക്കാൻ കഴിയുന്ന കക്ഷി കൂടിയാണ് രാജേന്ദ്രൻ. ശ്രീജിത്തും ടീമും ആ വിവരം അറിഞ്ഞതും ക്രൈംബ്രാഞ്ചിന്റെ ഒരു ടീം രാജേന്ദ്രനെ കുറിച്ച് പാലക്കാട് മുഴുവൻ ഒന്ന് അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഈ ഗോപാലകൃഷ്ണനും ഭാര്യയും കൊല്ലപ്പെട്ട ആ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറി ഒരു വീട്ടിൽ ഒരു കൊലപാതക ശ്രമവും മോഷണവും നടന്ന കാര്യം അവരറിയുന്നത്. അതൊരു കമലമ്മയുടെ വീടാണ്. കമലമ്മയും മകനും അന്ന് ഉറങ്ങാൻ കിടന്നത് ഹാളിലാണ്. അവര് ആ ഹാളിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. ശബ്ദം കേട്ട് കമലമ്മ ഉണരുമ്പോൾ കമലമ്മ കാണുന്നത് താഴെ തറയിൽ പായിൽ കിടക്കുന്ന അവരുടെ മകനെ ഒരാള് തലയിൽ ആഞ്ഞടിക്കുന്നതാണ്. കട്ടിൽ കിടക്കുന്ന കമലമ്മ ആ രംഗം കണ്ട് ഞെട്ടുകയും അലറി വിളിക്കുകയും ചെയ്തു. അവരുടെ വല്ലാത്തൊരു അലർച്ച സമീപത്തുള്ള വീട്ടിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞിട്ട് എത്തിയ വീട്ടുകാർ കേട്ടു. എന്താ കമലമ്മ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവർ വീട്ടിന് നേരെ ഓടുമ്പോൾ കമലമ്മയുടെ മകന്റെ തല അടിച്ചു പൊളിക്കുകയായിരുന്ന ആ വ്യക്തി തിരിഞ്ഞ് പുറകോട്ട് ഓടി അടുക്കള വാതിൽ തുറന്ന് എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ആ ആള് ആരാണെന്ന് കണ്ടെത്താൻ അവിടെയുള്ള പോലീസ് ഒരുപാട് ശ്രമം നടത്തിയെങ്കിലും ആളെ അവർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ വ്യക്തമായ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. കമലമ്മയുടെ വീട്ടിൽ രാത്രി കയറിയ വ്യക്തിയും
ഗോപാലകൃഷ്ണനും ഭാര്യയും തലക്കടിച്ച വ്യക്തിയും ഒന്നാണോ എന്ന് അറിയണം. അത് അറിയുന്നതിനോടൊപ്പം രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ സകല ഇടപാടുകളും അവർക്കറിയണം. പ്രത്യേകിച്ച് ഈ 2016 നവംബർ 15 ആ ദിവസം രാജേന്ദ്രൻ എവിടെയായിരുന്നു എന്നറിയണം. ലോക്കൽ പോലീസ് രാജേന്ദ്രനെ ആ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. ലോക്കലായിട്ടുള്ള മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്യുന്ന കൂട്ടത്തിൽ അവർ രാജേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയ കാര്യം ഫയലിലുണ്ട്. രാജേന്ദ്രൻ നവംബർ 15 രാവിലെ തന്നെ ചെന്നൈക്ക് പോയിരുന്നു. രാജേന്ദ്രന് ചെന്നൈയിലെ ഹോട്ടൽ ഉള്ളതുകൊണ്ട് മിക്കവാറും ചെന്നൈയിലായിരിക്കും. ഇടയ്ക്ക് അയാൾ നാട്ടിലേക്ക് വരും. 15 തീയതി രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോകേണ്ടതുണ്ടായിരുന്നു. ആ ബസ് സ്റ്റോപ്പിലേക്ക് അയാളെ കൊണ്ടുപോയത് ഒരു സുഹൃത്ത് അയാളുടെ ബൈക്കിൽ ഇരുത്തിയാണ്. ബസ്സിൽ കയറി ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ട്രെയിനിൽ അയാൾക്ക് ചെന്നൈക്ക് പോകണം. ആ കാര്യം സുഹൃത്തിനോട് രാജേന്ദ്രൻ പറഞ്ഞ കാര്യവും പോലീസിന്റെ ഫയലിലുണ്ട്. ലോക്കൽ പോലീസ് അന്ന് ചുറ്റുവട്ടത്തുള്ള ആളുകളെ മുഴുവൻ അന്വേഷിക്കുമ്പോൾ ഓരോ ആളും പറഞ്ഞ കാര്യം എത്രത്തോളം വാസ്തവമുണ്ടെന്ന് മറ്റു ആളുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടെ കണക്ട് ചെയ്താണ് തീരുമാനിച്ചത്. ഒരാളും പറയുന്നത് അതുപോലെ രേഖപ്പെടുത്തുകയല്ല ലോക്കൽ പോലീസ് ചെയ്തിരിക്കുന്നത്. ഒന്നിലധികം തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് രാജേന്ദ്രന്റെ സുഹൃത്തിന്റെ സത്യവാങ്മൂലവും അവിടെ ഉണ്ടായിരുന്നത്. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ രാജേന്ദ്രൻ പോയതിന് തെളിവുണ്ട്. ബസ്സിൽ അയാൾ യാത്ര ചെയ്തിട്ടുമുണ്ട്. അതും പോലീസ് അന്വേഷിച്ച് ബോധ്യപ്പെട്ട കാര്യമാണ്. ആ ദിവസങ്ങളിലായിരുന്നുകൊണ്ട് പോലീസിന് അങ്ങനെ അന്വേഷിക്കാൻ പറ്റി. അത് അതുപോലെ തന്നെ ലോക്കൽ പോലീസ് അവരുടെ രാജ്യത്തിനെ കുറിച്ചുള്ള ആ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവം നടക്കുന്ന സമയത്ത് രാജേന്ദ്രൻ ചെന്നൈയിലാണെങ്കിൽ പിന്നെ രാജേന്ദ്രനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. ഈ സമയത്താണ് മൊബൈൽ ടവർ ലൊക്കേഷൻ ഒന്നുകൂടി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. രാജേന്ദ്രൻ നവംബർ 15 കടമ്പഴിപ്പുറത്തുനിന്ന് റോഡിലോട്ട് ഇറങ്ങി ബൈക്കിൽ ബസ് സ്റ്റാൻഡിലെത്തി ബസ്സിൽ ഒലവക്കോട് പോയിട്ടുണ്ട്. ഒലവക്കോട് നിന്ന് ട്രെയിനിൽ അയാൾ ചെന്നൈക്ക് പോയോ എന്നതാണ് പോലീസിന് ഇനി സ്ഥിരീകരിക്കേണ്ടത്. ചെന്നൈക്ക് അയാൾ അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒലവക്കോട് നിന്ന് ചെന്നൈയിലേക്കുള്ള റൂട്ടിൽ കാണപ്പെടുന്ന ഓരോ മൊബൈൽ ടവറിലും അയാളുടെ ഫോണ് ലിസ്റ്റ് ചെയ്യണം. പോലീസ് ആ ദിവസങ്ങളിലെ ഒലവക്കോട് മുതൽ സേലം വരെയുള്ള മൊബൈൽ ടവറുകളുടെ ഒരു ലൊക്കേഷൻ ചാർട്ടിൽ എടുത്തു. ഡംപ് ഡേറ്റയാണ് എന്നുവെച്ചാൽ വൻ ശേഖരം ആ ടവറുകളുടെ കൂട്ടത്തിൽ ആ ദിവസത്തേക്കുണ്ട്. വളരെ ശ്രമകരമായ ഒരു പരിപാടിയാണ് അതിനകത്തുനിന്ന് ഈ നമ്പർ കണ്ടെത്തുക എന്നുള്ളത്. എന്തായാലും ഒലവക്കോടിന് തൊട്ടടുത്ത സ്റ്റേഷനിന്റെ സമീപത്തുള്ള മൊബൈൽ ടവറിൽ പോലും ആ ദിവസത്തെ മുഴുവൻ റെക്കോർഡുകളും പരിശോധിച്ചപ്പോഴും രാജേന്ദ്രന്റെ ഫോണ് കണ്ടില്ല. ഒലവക്കോട് നിന്ന് പാലക്കാട് വഴി കോയമ്പത്തൂരേക്കുള്ള ആ യാത്രയിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ടവറുകളുണ്ട്. ഒരു ടവറിന്റെ കീഴിലും രാജേന്ദ്രന്റെ നമ്പർ വന്നിട്ടേയില്ല. രാജേന്ദ്രൻ നമ്പർ ഈ സമയത്ത് ഒലവക്കോട് സ്വിച്ച് ഓഫാണ്. ഒലവക്കോട് എത്തിയ രാജേന്ദ്രന്റെ ഫോണ് ഇനി യാദൃശ്യവശാൽ സ്വിച്ച് ഓഫ് ആയി പോയതാണോ? ഫോൺ സ്വിച്ച് ഓഫ് ആയത് അറിയാതെ രാജേന്ദ്രൻ ചെന്നൈയിലേക്ക് ആ ഫോണുമായി യാത്ര ചെയ്താലും ഈ ശൈലിയിലുള്ള റിസൾട്ടുകളെ കിട്ടത്തുള്ളൂ. പോലീസിന് സംശയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് രാജേന്ദ്രൻ എന്നത് വ്യക്തമാണ്. പക്ഷേ രാജേന്ദ്രനാണ് കൊല ചെയ്തത് തെളിയിക്കണമെങ്കിൽ പല ഡേറ്റകളും ക്രൈംബ്രാഞ്ചിന് വേണം. ആ ഡേറ്റ കളക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് നിരാശാജനകമായ റിസൾട്ട് ഇപ്പം ലഭിക്കുന്നത്. രാജേന്ദ്രനല്ല കൊല നടത്തിയതെങ്കിൽ പിന്നെ ആരാണ്? ആ ചോദ്യത്തോടൊപ്പം ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ ആ ഒരു ഉത്തരവുമുണ്ട്. കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ 7 വിരൽ അടയാളങ്ങളിൽ ഒന്ന് രാജേന്ദ്രന്റെ തന്നെയാണ്. അത് കൺഫേമുമാണ്. പക്ഷെ ആ രാജേന്ദ്രൻ നവംബർ 15 അതിരാവിലെ പാലക്കാട് നിന്ന് ചെന്നൈക്ക് പോയിരിക്കുകയാണ്. ആ കാര്യം പോലീസിനെ വല്ലാതെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. പോലീസിന് പക്ഷേ രാജേന്ദ്രനെ സംശയിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്വിച്ച് ഓഫ് ആയി പോയ രാജേന്ദ്രന്റെ ഫോണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്നത് ചെന്നൈയിൽ വെച്ചാണ്. പക്ഷെ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന ആ സമയം അതാണ് രാജേന്ദ്രനെ സംശയത്തിന്റെ ആ പിടിയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസിന് സമ്മതിക്കാത്തത്. ക്രൈംബ്രാഞ്ച് സംഘം ആ സമയം നോട്ട് ചെയ്തു. സ്വിച്ച് ഓഫ് ആയി 36 മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെന്നൈയിൽ ആ ഫോണ് സ്വിച്ച് ഓൺ ആയിരിക്കുന്നത്. അത് എന്തുകൊണ്ട്? ആ ചോദ്യം ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലുണ്ട്. ഒലവക്കോട് നിന്ന് ചെന്നൈയിലേക്ക് പോകാൻ 36 മണിക്കൂർ വേണ്ട. ഒലവക്കോട് നിന്ന് പുറപ്പെട്ട രാജേന്ദ്രൻ 36 മണിക്കൂർ കഴിഞ്ഞ് ചെന്നൈയിൽ എത്തിയിട്ടുള്ളൂ. വൈ? അതൊരു ചോദ്യമാണ്. രാജേന്ദ്രനെ കുറിച്ച് കൂടുതൽ ഡേറ്റ കളക്ട് ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്ന അപ്പോഴാണ് ക്രൈംബ്രാഞ്ച് സംഘം രാജേന്ദ്രന്റെ ബാക്ക് ഹിസ്റ്ററി ഒന്ന് എടുത്തപ്പോൾ 2016 നവംബർ 8 നോട്ട് നിരോധിക്കുന്ന സമയത്ത് രാജേന്ദ്രൻ
നല്ല കടക്കണിയിലായിരുന്നു എന്നുള്ള വിവരം പോലീസിന് കിട്ടി. അയാളൊരു ചെറിയ കുറിയൊക്കെ നടത്തിയിരുന്നു. ആ കുറിക്ക് ചേർന്ന ആളുകൾക്ക് സമയത്ത് പണം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം അയാൾക്കുണ്ടായിരുന്നു. നോട്ട് നിരോധനവുമായി ബന്ധിപ്പിച്ചല്ല പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, പക്ഷെ ആ സമയത്താണ് പ്രശ്നം. ആ സമയത്ത് രാജേന്ദ്രന്റെ കൈക്ക് എന്തോ ഒരു പരിക്ക് പറ്റിയതായി ആരൊക്കെയോ നോട്ട് ചെയ്തിരുന്നു. ആ കാര്യം ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ച ഒരു ഇൻഫർമേഷനാണ്. ലോക്കൽ പോലീസ് ആ അന്വേഷണം നടത്തിയ സമയത്ത് ആരും അത് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോ ആരൊക്കെയോ അത് ഓർത്തെടുക്കുന്നുണ്ട്. രാജേന്ദ്രൻ എന്ന വ്യക്തിയിലേക്ക് പോലീസിന്റെ അന്വേഷണം ചുരുങ്ങുമ്പോൾ പലരും ആ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയാണ്. രാജേന്ദ്രന് കുറിയുണ്ടായിരുന്നു, അത് പൊളിഞ്ഞു. രാജേന്ദ്രന്റെ കയ്യിൽ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന്റെ ഉത്തരം രാജേന്ദ്രൻ പറഞ്ഞതായി ആരും ഓർക്കുന്നതുമില്ല. എന്തൊക്കെയോ ദുരൂഹതകൾ രാജേന്ദ്രനുമായി ബന്ധിപ്പിച്ചുണ്ട്. ആ ദുരൂഹതകൾ നീക്കണമെങ്കിൽ രാജേന്ദ്രനെ പൊക്കിയാലേ പറ്റൂ. പോലീസ് അങ്ങനെ കാത്തിരിക്കുമ്പോൾ രാജേന്ദ്രൻ പാലക്കാടേക്ക് ചെന്നൈയിൽ നിന്ന് എത്തി. അപ്പോഴേക്കും 2021 ഒക്ടോബർ ആയിട്ടുണ്ട്. പാലക്കാട് എത്തിയ രാജേന്ദ്രനെ പോലീസ് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് അയാൾ വിളിപ്പിച്ചത്. അവിടെ എത്തിയ രാജേന്ദ്രനോട് ക്രൈംബ്രാഞ്ച് ചോദിച്ചത് ഒരു സിമ്പിൾ ചോദ്യമാണ്. രാജേന്ദ്രൻ, നവംബർ 15 രാവിലെ നീ കടമ്പഴിപ്പുറത്തുനിന്ന് ഒലവക്കോടേക്ക് പോയതായി ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒലവക്കോട് നിന്ന് നീ ചെന്നൈക്ക് എത്തുമ്പോഴേക്കും 36 മണിക്കൂറുകൾ കഴിഞ്ഞു. ശരിക്കും ആ സമയത്ത് നീ എവിടെയായിരുന്നു? പോലീസിന്റെ ചോദ്യം കേട്ടപ്പോൾ രാജേന്ദ്രൻ കുറച്ചു നേരം നിശബ്ദനായിരുന്നിട്ട് ക്രൈംബ്രാഞ്ചോട് പറഞ്ഞു, സാർ, ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയത് അറിഞ്ഞതുമില്ല. ട്രെയിൻ അന്ന് കുറച്ച് ലേറ്റ് ആയിരുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ 36 മണിക്കൂർ എടുത്തോ എന്നൊന്നും എനിക്കറിയത്തില്ല. അവന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായതുകൊണ്ട് കൃത്യമായി ഓർമ്മയില്ല. 2016 കാര്യമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചോദിക്കുന്നത്. ഇപ്പോൾ 2021, 5 കൊല്ലം കഴിഞ്ഞല്ലോ. രാജേന്ദ്രന്റെ ഉത്തരം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ക്രൈംബ്രാഞ്ച് ഏതാണ്ട് ഊഹിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അവനോട് ചോദിച്ചു, രാജേന്ദ്രൻ, നീ നോട്ട് നിരോധനം നടന്ന സമയത്ത് നിന്റെ കടങ്ങളൊക്കെ അതിവേഗം വീട്ടിയതായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. അതിൻ്റെ പണം നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആ ചോദ്യം രാജേന്ദ്രൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അവൻ്റെ മുഖം ഒന്ന് വെള്ളറിയതും ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി. അവൻ ചില ഉത്തരങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചെങ്കിലും ആ ഉത്തരങ്ങൾ ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ ക്രൈംബ്രാഞ്ചിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. രാജേന്ദ്രൻ പലർക്കും പണം കൊടുക്കാനുണ്ടായിരുന്നു. ആ പണം രാജേന്ദ്രൻ കൊടുത്തു തീർത്തിരുന്നു. കൊടുത്തു തീർക്കാനായി രാജേന്ദ്രൻ ഉപയോഗിച്ച പണത്തിന്റെ സോഴ്സാണ് രാജേന്ദ്രന് വിശദമാക്കാൻ പറ്റാതെ പോയത്. അവൻ ഒന്ന് പതറിയ ആ സമയത്ത് കൃത്യമായ ഒരു ചോദ്യം ശ്രീജിത്ത് IPS അവനോട് ചോദിച്ചു. രാജേന്ദ്രൻ, ചെന്നൈയിൽ നിന്റെ ആ ചായക്കടയ്ക്ക് സമീപത്തെ വീട്ടിൽ 2 കൊലപാതകങ്ങൾ നടന്നിരുന്നു. ആ കൊലപാതകങ്ങൾക്ക് നിന്നെ അവിടുത്തെ പോലീസ് സംശയിക്കുന്നുണ്ട്. അതേ ശൈലിയുള്ള കൊലപാതകമാണ് ഇവിടെയും നടന്നിരിക്കുന്നത്. 2ഉം നീയല്ലേ നടത്തിയത്? ചെന്നൈയിലെ പോലീസ് അവനെ സംശയിക്കുന്ന കാര്യം ഇവിടുത്തെ പാലക്കാട് പോലീസിന് അറിവുള്ള കാര്യമായിട്ട് അവൻ ഇതുവരെ കരുതിയിരുന്നില്ല. അതും ഇതുകൂടെ കണക്ട് ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അങ്ങനെ ചോദിച്ചതും അവൻ്റെ മുഖത്തുണ്ടായ ഞെട്ടൽ അവന് ഒളിപ്പിക്കാൻ പറ്റാതായി. അവൻ വിളറിയത് സ്വാഭാവികമായിട്ടും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്തു. ആ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് പിന്നീട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവനെ കൊണ്ട് നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പറയിപ്പിക്കാൻ. രാജേന്ദ്രൻ ശരിക്കും ഈ ഗോപാലകൃഷ്ണനെയും ഭാര്യ തങ്കമ്മയും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിരുന്നു. അവരുടെ മക്കൾ US-ലാണെന്നും വെൽ സെറ്റിൽഡ് ആണെന്നും ഒക്കെ രാജേന്ദ്രനും കേട്ടിരുന്നു. അമേരിക്കൻ മക്കളുടെ അച്ഛനമ്മമാർ എന്ന ഒരു ലേബൽ ഗോപാലകൃഷ്ണൻ ഭാര്യ തങ്കമ്മയ്ക്കും ഉണ്ട്. അവര് ഒരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തെന്നും പിറ്റേ ദിവസം രജിസ്ട്രേഷൻ ആണെന്നുള്ള കാര്യവും രാജേന്ദ്രൻ അറിഞ്ഞു. പിറ്റേ ദിവസം രജിസ്ട്രേഷൻ നടക്കുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രജിസ്ട്രേഷൻ സമയത്ത് പണം മുഴുവൻ കൊടുക്കുന്നതാണ്. രാവിലെ നടക്കുന്ന രജിസ്ട്രേഷന് വേണ്ടി ഉറപ്പായും ഗോപാലകൃഷ്ണനും ഭാര്യയും ബാങ്കിൽ നിന്ന് പണമെടുത്ത് വീട്ടിൽ വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു കണക്കൂട്ടലാണ്. ആ സാധ്യത മനസ്സിൽ കണ്ടാണ് രാജേന്ദ്രൻ കൃത്യമായ ഒരു മൂവ്മെന്റ് നടത്തിയത്. രാജേന്ദ്രൻ വളരെ നേരത്തെ തന്നെ ആ വീടും പരിസരമൊക്കെ നോക്കി വെച്ചിരുന്നു. ശരിക്കും ആ വീട്ടിലെ ഗോപാലകൃഷ്ണനും ഭാര്യ തങ്കമ്മയെ അറിയാതെ ആ വീട്ടിലെ മുറികൾ വരെ രാജേന്ദ്രൻ നോക്കി കണ്ടുവച്ചിട്ടുണ്ട്. റബ്ബർ പുരയിടമാണ് ചുറ്റും. അതിനകത്തൂടി നടന്നു പോകുന്ന ആള് വീടിനകത്തേക്ക് നോക്കുമ്പോൾ അത് ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആരുടെയും ശ്രദ്ധയപ്പെടുത്തുമില്ല.
രാജേന്ദ്രൻ അങ്ങനെയാണ് കിടപ്പുമുറിയിലെ ടേബിളും ഒക്കെ കണ്ടത്. അവിടെ വെച്ച് ഒരു മനക്കണക്ക് രാജേന്ദ്രൻ കൂട്ടിയിരുന്നു. ആ മനക്കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ മുകളിലേക്ക് കയറിയതും ഓടിളക്കിയതും അവൻ കൊണ്ടുവന്ന കയറ് കെട്ടി താഴേക്ക് പതുക്കെ ഊന്നിറങ്ങിയതും. ശബ്ദമുണ്ടാക്കാതെ താഴെ ആ മേശപ്പുറത്തിറങ്ങിയ അവൻ ആദ്യം വെട്ടിയത് കട്ടിലിൽ കിടക്കുന്ന തങ്കമ്മയാണ്. തങ്കമ്മയെ വെട്ടിയുമ്പോൾ തങ്കമ്മ ശബ്ദമുണ്ടാക്കി. ശബ്ദം കേട്ട് ഗോപാലകൃഷ്ണൻ എണീറ്റു. ഗോപാലകൃഷ്ണൻ രാജേന്ദ്രനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ തലങ്ങും വിലങ്ങും ഗോപാലകൃഷ്ണനെ വെട്ടിയത്. ഇതിനിടയിൽ വെട്ടുകൊണ്ട തങ്കമ്മയും അവനെ തിരിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അവൻ തങ്കമ്മയും തലങ്ങും വിലങ്ങും വെട്ടി. എത്ര നേരം വെട്ടിയെന്ന് രാജേന്ദ്രന് ഒരു പിടിയില്ല. കുറെ കഴിഞ്ഞപ്പോൾ തങ്കമ്മയും അതുപോലെ ഗോപാലകൃഷ്ണനും കിടക്കുന്നതാണ് രാജേന്ദ്രൻ കണ്ടത്. രാജേന്ദ്രന് ദേഹത്തൊക്കെ രക്തമായി. ഭയന്നുപോയ രാജേന്ദ്രൻ തങ്കമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന ആ സ്വർണ്ണമാലയെ അഴിച്ചെടുത്ത് അതിവേഗം വന്ന വഴി കൂടി തന്നെ മുകളിൽ കയറി ആ ഓട് അടച്ചു വെക്കാതെ അതുവഴി രക്ഷപ്പെടുകയായിരുന്നു. ശരിക്കും ഓടൊക്കെ തിരിച്ചെടുത്ത് വെച്ച് ആ കയറൊക്കെ അഴിക്കാനൊക്കെ ഉള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നില്ല ആ സമയത്ത് രാജേന്ദ്രൻ ശരിക്കും ഭയന്നു വരുന്നു. ഇതിനിടയിൽ ആകെ അവൻ ചെയ്തത് അവിടെ ആ മേശവലിപ്പിലുണ്ടായിരുന്ന 4000 രൂപ കൈക്കലാക്കുക എന്നുള്ളതാണ്. പണത്തിന് വേണ്ടിയാണല്ലോ അവൻ വന്നത്. പണം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ പരിശോധിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് പോലും അവൻ ഉണ്ടായിരുന്നില്ല. ഗോപാലകൃഷ്ണന്റെ അവന്റെ മുന്നിലുള്ള മരണവും തങ്കമ്മയുടെ ആ മുരൾച്ചയൊക്കെ അവനെ ശരിക്കും ഭയപ്പെടുത്തിയതുകൊണ്ടാണ് അവൻ ഭയന്ന് ഓടി രക്ഷപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് തുടക്കത്തിൽ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ അവർ അത്തരം ഒരു നിഗമനത്തിലെത്തിയിരുന്നു. തികച്ചും അമച്ചുറായ ഒരാള് നടത്തിയ കൊലപാതകങ്ങളാണ് അതെന്നാണ് അവരുടെ നിഗമനം. ആ നിഗമനം ഇതാ രാജേന്ദ്രന്റെ മൊഴിയിലൂടെ സാധൂകരിക്കപ്പെടുകയാണ്. പോലീസ് ഇപ്പോഴാണ് മറ്റൊരു ചോദ്യം ചോദിച്ചത്. അല്ല രാജേന്ദ്ര, ആ വീടിന്റെ മുകളിലേക്ക് അങ്ങനെ അങ്ങ് കയറാൻ പറ്റില്ലല്ലോ, നീ എങ്ങനെയാ മുകളിൽ കയറിയത്? സാർ, ഞാൻ ഏണി ഉപയോഗിച്ചാണ് കയറിയത്. ഏണിയോ? അതിന് ഏണി എവിടുന്ന? സാർ, ഞാൻ രാത്രി എൻ്റെ വീട്ടിലെ ഏണിയുമായിട്ടാണ് ഗോപാലകൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നത്. അവിടെ ചാരി വെച്ചിട്ട് ആ ഏണി കൂടി ഞാൻ മുകളിൽ കയറി. അതൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങി ഏണിയുമായിട്ട് വീട്ടിലേക്ക് പോയി. 2 പേരെ കൊലപ്പെടുത്തിയിട്ട് ഏണിയുമായി ആ രാത്രിയിൽ ആ റബ്ബർ പുരയിടത്തിലൂടെ നടന്ന് റോഡിലിറങ്ങി അവൻ്റെ വീട്ടിലേക്ക് നടന്നുപോയ രാജേന്ദ്രന്റെ ആ ചിത്രം ശ്രീജിത്തിൻ്റെയും അതുപോലെ ആ ക്രൈംബ്രാഞ്ചുകാരുടെയും മനസ്സിലങ്ങനെ തെളിഞ്ഞു വരികയാണ്. വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് രാജേന്ദ്രൻ അവരോടൊപ്പം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് മറ്റൊരു സംശയമുണ്ട്. 2016 ആ കൊല നടന്ന സമയത്ത് എല്ലാ നാട്ടുകാരുടെയും വിരൽ അടയാളങ്ങൾ ശേഖരിച്ചിരുന്നു. ആ വിരലടയാളങ്ങൾ ശേഖരിച്ച സമയത്ത് രാജേന്ദ്രന്റെ വിരലടയാളവും ശേഖരിച്ചതാണ്. പക്ഷെ അന്ന് എന്തുകൊണ്ടോ പോലീസിന്റെ കൈവശമുള്ള വിരലടയാളവുമായി മാച്ച് ചെയ്തിരുന്നില്ല. അതിന്റെ കാരണം ചോദിച്ചതും രാജേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാർ, ഞാൻ ചായക്കട നടത്തുന്ന ആളല്ലേ, ചായ വീണ് എൻ്റെ കൈ മുഴുവൻ പൊള്ളി തൊലിയൊക്കെ അടർന്നു പോയിരുന്നു. ആ സമയത്താണ് നിങ്ങൾ എൻ്റെ കൈ പരിശോധിക്കുന്നത്. പിന്നെ എങ്ങനെയാ സാർ നിങ്ങൾക്ക് വിരലടയാളം കിട്ടുക? ശരിക്കും ഒരു മറു ചോദ്യമാണ് ആ സമയത്ത് രാജേന്ദ്രൻ ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചത്. രാജേന്ദ്രനെ അറസ്റ്റ് ചെയ്ത പോലീസ് പിറ്റേ ദിവസം തെളിവെടുപ്പിനായി ആ കൊല നടന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നു. വിവരം പറഞ്ഞ് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയിട്ടുണ്ട്. കൊല നടത്തിയ രാജേന്ദ്രൻ കൊല ചെയ്യാൻ ഉപയോഗിച്ച ഒരു തടിയും അവരെ വെട്ടാൻ ഉപയോഗിച്ച കോടാലിയും അവിടെ നിന്ന് കണ്ടെടുക്കുന്ന ആ രംഗം അത് ക്രൈംബ്രാഞ്ചിനെയും നാട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചതാണ്. ലോക്കൽ പോലീസ് തിരയാതിരുന്ന ഒരു സ്ഥലമാണ് സമീപത്തുള്ള കിണർ. ആ കിണറ്റിനകത്തേക്കാണ് രാജേന്ദ്രൻ അന്ന് ആ തടിയും അതേപോലെ ആ കോടാലിയും വലിച്ചെറിഞ്ഞത്. അതുപോലെ ആ കിണറ്റിനകത്തുണ്ട്. കിണറ്റിനകത്തേക്ക് കൊലപാതകി കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വലിച്ചെറിയുമെന്ന് അന്നെന്തോ ലോക്കൽ പോലീസിന് തോന്നിയിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ആ അന്വേഷണം നടത്താതിരുന്നത്. എന്തായാലും രാജേന്ദ്രൻ അതിനകത്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞതും ക്രൈംബ്രാഞ്ച് സംഘം ആളെ ഇറക്കി ആ കിണറ്റിനകത്ത് നിന്ന് അവ കണ്ടെടുക്കുകയും ചെയ്തു. ജഡ്ജിയുടെ മുന്നിൽ ഹാജരാക്കിയ രാജേന്ദ്രനെ ആലത്തൂർ സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു. കോടതിയിൽ വിചാരണ നടപടികൾ തുടങ്ങേണ്ടതുണ്ട്, പക്ഷേ തുടങ്ങാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം കോടതിയുടെ ഒരു ചോദ്യമാണ്. 7 വ്യത്യസ്ത ആളുകളുടെ വിരൽ അടയാളമാണ് കൊല ചെയ്യപ്പെട്ട രാത്രിയിൽ അവിടെ പതിഞ്ഞത്. അതിൽ ഒരാളുടേത് മാത്രമാണ് പോലീസിന് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. ബാക്കി 6 വിരൽ അടയാളങ്ങൾ അത് ആരുടേതൊക്കെയാണ്? അതിൻ്റെ ഉത്തരം കിട്ടിയാൽ മാത്രമേ ഈ കേസിന് ഒരു അവസാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് വളരെ വിദഗ്ധമായി അന്വേഷിച്ച് കണ്ടെത്തിയ ആ ഇരട്ട കൊലപാതകയെ കോടതിയിലെ വിചാരണയ്ക്ക് എത്തിക്കാനോ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ക്രൈംബ്രാഞ്ച്. രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 90 ദിവസത്തിനകം കേസ് ഫൈനലൈസ് ചെയ്ത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ
ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിക്ക് ജാമ്യം കൊടുക്കും. അത് തന്നെ ഇവിടെയും സംഭവിച്ചു. കേസ് ഫൈനലൈസ് ചെയ്യാത്തതുകൊണ്ട് അനന്തമായി ഒരാളെ അങ്ങനെ കേസിൽ കുടുക്കി ജയിലിൽ ഇടാൻ പറ്റില്ല. 2022 രാജ്യത്തിന് ജാമ്യം കിട്ടുന്നത്. ഇതിപ്പോ 2025. ഇതിനിടയിൽ അനവധി മാസങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇത്രയും മാസങ്ങൾ കടന്നുപോയിട്ടും ബാക്കിയുള്ള പ്രതികളെ പിടികൂടാനോ അല്ലെങ്കിൽ രാജ്യത്തിന് ശിക്ഷിക്കത്തക്ക രീതിയിൽ കേസ് കോടതിയുടെ മുന്നിൽ എത്തിക്കാനോ ക്രൈംബ്രാഞ്ചിന് പറ്റിയില്ല. അതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ക്രൈംബ്രാഞ്ചിനും പോലീസിനുമെതിരെ പല ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട്. ശരിക്കും എങ്ങും എത്താതെ പോയ ഒരു കേസ് അന്വേഷണം എന്ന് നമുക്കിനെ വിളിക്കാമെങ്കിലും പ്രതി തന്നെ രണ്ടുപേരെ കൊന്ന കാര്യം സമ്മതിച്ചിട്ടും ആ കേസ് ഫൈനലൈസ് ചെയ്ത് കോടതിയിൽ എത്തിക്കാൻ കഴിയാത്ത ഒരു ഗതികേടിലാണ് നമ്മുടെ കേരള പോലീസ്. ആ കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ കഥ നിങ്ങളോട് ഞാൻ പറഞ്ഞത്. പക്ഷെ എപ്പോഴും പോലീസ് ഇങ്ങനെ ആയി പോകാറില്ല. ഒരു കേസ് എനിക്ക് ഓർമ്മ വരികയാണ്. അവിടെ പോലീസിന് ലഭിച്ചത് മുഖമില്ലാത്ത ഒരു ബോഡിയാണ്. മുഖമില്ലാത്ത ബോഡി ലഭിക്കുമ്പോൾ ആരാണ് കൊല്ലപ്പെട്ടതെന്ന് മനസ്സിലായില്ലല്ലോ. എന്നിട്ടും പോലീസ് അതിസൂക്ഷ്മമായ അന്വേഷണത്തിന്റെ ഒടുവിൽ കൊല്ലപ്പെട്ട ആള് ആരാണെന്നും കൊന്നയാൾ ആരാണെന്നും കണ്ടെത്തി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള കഥയാണ്. ആ കഥ ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ഉറപ്പായും ചെയ്യണം. താങ്ക് യു.